നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC നിരന്തരം ആവർത്തിക്കുന്ന ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ വിഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ്. MCQ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങളും പ്രതീക്ഷിത ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എല്ലാ ചോദ്യങ്ങളും പഠിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രാചീന കാലത്ത് ബീഹാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? പ്രാചീന കാലത്ത് ബീഹാർ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? മഗധ. മഗധ എന്നാണ് ബീഹാർ അറിയപ്പെട്ടിരുന്നത്. കാമരൂപ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? അസമാണ്. അടുത്ത ചോദ്യം, നളന്ദ സർവകലാശാല പണികഴിപ്പിച്ച ഗുപ്ത രാജാവ് ആരാണ്? നളന്ദ സർവകലാശാല പണികഴിപ്പിച്ച ഗുപ്ത രാജാവ് ആരാണ്? കുമാരഗുപ്തൻ. കുമാരഗുപ്തൻ. വിക്രംശില സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? വിക്രംശില സർവകലാശാലയുടെ സ്ഥാപകനാണ് ധർമ്മപാലൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് ബീഹാർ സംസ്ഥാനത്തെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇന്നലെ ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം മുതലായ സംസ്ഥാനങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവർ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, ബീഹാറിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ബീഹാറിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ഗംഗ. ഗംഗയാണ് ബീഹാറിലെ ഏറ്റവും വലിയ നദി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഇന്ത്യയുടെയും ഏത് രാജ്യത്തിന്റെയും സംയുക്ത സംരംഭമാണ് കോസി പ്രോജക്റ്റ്? ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത സംരംഭമാണ് കോസി പ്രോജക്റ്റ്. ബുദ്ധന് ദിവ്യജ്ഞാനം കൈവന്ന ബോധ്ഗയ ഏത് നദിയുടെ തീരത്താണ്? ബോധ്ഗയ ഏത് നദിയുടെ തീരത്താണ്? നിരഞ്ജന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബോധി വൃക്ഷത്തെ മുറിച്ച ബംഗാളിലെ രാജാവ്? ബോധി വൃക്ഷത്തെ മുറിച്ച ബംഗാളിലെ രാജാവ് ആരാണ്? ശശാങ്കനാണ്. ഏത് നദിക്ക് കുറുകെയാണ് മഹാത്മാഗാന്ധി സേതു നിർമ്മിച്ചിരിക്കുന്നത്? മഹാത്മാഗാന്ധി സേതു നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? ഗംഗാ നദിക്ക് കുറുകെയാണ്. മഹാബോധി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാബോധി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബോധ്ഗയ. ബോധ്ഗയയിലാണ് മഹാബോധി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ആദ്യത്തെ റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ലോകത്തിലെ ആദ്യത്തെ റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വൈശാലി. ഏത് നദിയുടെ തീരത്താണ് പാട്ന നഗരം സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയുടെ തീരത്താണ് പാട്ന നഗരം സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദിയുടെ തീരത്താണ്. ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമായിട്ടാണ് 2000 നവംബർ 1 ഛത്തീസ്ഗഡ് നിലവിൽ വന്നത്? അപ്പോൾ ഛത്തീസ്ഗഡ് നിലവിൽ വന്ന ഡേറ്റ് എന്നാണ്? 2000 നവംബർ 1 എത്രാമത്തെ സംസ്ഥാനമായിട്ടാണ് ഛത്തീസ്ഗഡ് നിലവിൽ വരുന്നത്? 26ാം സംസ്ഥാനമായിട്ടാണ്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡിന് രൂപം നൽകിയത്? ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡിന് രൂപം നൽകിയത്? മധ്യപ്രദേശ്. ഛത്തീസ്ഗഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഛത്തീസ്ഗഡ് എന്ന വാക്കിന്റെ അർത്ഥം 36 കോട്ടകൾ എന്നാണ്. പ്രാചീന കാലത്ത് ഛത്തീസ്ഗഡിലെ ഒരു മുഖ്യ ഭാഗം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പ്രാചീന കാലത്ത് ഛത്തീസ്ഗഡിലെ ഒരു മുഖ്യ ഭാഗം ദണ്ഡകാരണ്യം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ മുൻ IAS ഓഫീസർ ആരാണ്? ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ മുൻ IAS ഓഫീസർ അജിത് ജോഗിയാണ്. ഇനി നോക്കാൻ പോകുന്നു പർവ്വതങ്ങളും ഉയരം കൂടിയ കൊടുമുടിയും. പർവ്വതങ്ങളും ഉയരം കൂടിയ കൊടുമുടിയും. ആരവല്ലി പർവ്വത നിരയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരു ശിഖർ. ആരവല്ലി പർവ്വത നിരയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരു ശിഖർ. ഈസ്റ്റ് ഖാസിയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഷില്ലോങ്. ഈസ്റ്റ് ഖാസിയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഷില്ലോങ്.
പൂർവഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്ദാഗഡ. ജിന്ദാഗഡയാണ് പൂർവഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഗാരോ ഹിൽസിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് നോക്രക്ക്. അപ്പൊ ഈ 5 പഠിച്ചു പോകാം. ഒന്നാമത്തേത് ആരവല്ലി പർവ്വതനിരയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരു ശിഖർ. ഈസ്റ്റ് ഖാസിയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഷില്ലോങ്. പൂർവഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്ദഗഡ. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഗാരോ ഹിൽസിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് നോക്രക്ക്. കൊഹിമ ഹിൽസിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ജാവ്പോ. നാഗാ റേഞ്ചിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് സാരാമതി. കൊഹിമ ഹിൽസില് ജാവ്പോ, നാഗാ റേഞ്ചില് സാരാമതി. പൂർവാചലിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഡാഫ. സത്പുരയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ്ഗഡ്. ധൂപ്ഗഡ് ആണ് സത്പുരയിലെ ഉയരം കൂടിയ കൊടുമുടി. വിന്ധ്യാനിരകളിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് അമർകണ്ടക്. അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുവാണ്. വിന്ധ്യാനിരകളില് അമർകണ്ടക്, സത്പുര നിരകളില് ധൂപ്ഗഡ്, പൂർവാചൽ മൗണ്ട് ഡാഫ, നാഗാ റേഞ്ച് സാരാമതി, കൊഹിമ ഹിൽസ് ജാവ്പോ, ഗാരോ ഹിൽസ് നോക്രക്, പശ്ചിമഘട്ടം ആനമുടി, പൂർവഘട്ടം ജിന്ദഗഡ, ഈസ്റ്റ് ഖാസി ഷില്ലോങ്, ആരവല്ലി, ഗുരു ശിഖാർ. ഈ ക്വസ്റ്റ്യൻസ് PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ പർവ്വതങ്ങളും ഉയരം കൂടിയ കൊടുമുടിയും എന്തായാലും നന്നായി തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യം, ഛത്തീസ്ഗഡിൽ എവിടെയാണ് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്? ഛത്തീസ്ഗഡിൽ എവിടെയാണ് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്? ഭിലായി. ഭിലായി സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സഹായത്തോടു കൂടി ഛത്തീസ്ഗഡിൽ സ്ഥാപിച്ചിരിക്കുന്നു. ചിത്രകൂട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചിത്രകൂട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഇന്ദ്രാവതി നദിയിലാണ് ചിത്രകൂട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി? ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി? ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് ഭിലായി സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്? ഭിലായി സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത് മുൻ USSRന്റെ സഹായത്തോടെയാണ്. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ബിലാസ്പൂർ. ബിലാസ്പൂരിലാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം. ഏതിന്റെ പോഷക നദിയാണ് റിഹണ്ട്? റിഹണ്ട് ഏതിന്റെ പോഷക നദിയാണ്? ഗംഗ. ഛത്തീസ്ഗഡിലെ പ്രധാന ഭാഷ ഏതാണ്? ഛത്തീസ്ഗഡിലെ പ്രധാന ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. ഏത് നദിയുടെ പോഷക നദിയാണ് ഹാസ് ദിയോ? ഏത് നദിയുടെ പോഷക നദിയാണ് ഹാസ് ദിയോ? മഹാനദിയുടെ പോഷക നദിയാണ് ഹാസ് ദിയോ. മൈക്കല മലനിരകൾ ഏത് സംസ്ഥാനത്താണ്? മൈക്കല മലനിരകൾ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. ഗോവയിൽ ഭരണം നടത്തിയിരുന്ന യൂറോപ്യൻ ശക്തി ഏതാണ്? ഗോവയിൽ ഭരണം നടത്തിയിരുന്നത് പോർച്ചുഗീസുകാരാണ്. 1510 ഗോവ കീഴടക്കിയത് ആരാണ്? അൽബുക്കർക്കാണ് ഗോവ കീഴടക്കിയത് 1510. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി ഡോണാപോളയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡോണാപോള. ഏത് വർഷമാണ് പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും ഗോവ മോചിപ്പിക്കപ്പെട്ടത്? 1961. ഗോവയിലെ പക്ഷി സങ്കേതം ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ സലീം അലിയുടെ സ്മരണാർത്ഥമാണ് ഗോവയിലെ പക്ഷി സങ്കേതം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗോവയിലെ പ്രധാന ഭാഷ ഏതാണ്? ഗോവയിലെ പ്രധാന ഭാഷയാണ് കൊങ്കണി. ഏത് നടപടിയിലൂടെയാണ് ഗോവയെ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയത്? ഏത് നടപടിയിലൂടെയാണ് ഗോവയെ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയത്? ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയിലൂടെയാണ് ഗോവയെ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയത്. ഗോവയുടെ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗോവയുടെ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VK കൃഷ്ണമേനോൻ. ഗോവയിലെ പ്രധാന നദി ഏതാണ്? ഗോവയിലെ പ്രധാന നദിയാണ്
മണ്ടോവി. നാഷണൽ സെന്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷ്യൻ റിസർച്ച് എവിടെയാണ്? നാഷണൽ സെന്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷ്യൻ റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാസ്കോഡ ഗാമയിലാണ്. യൂണിഫോം സിവിൽ കോഡുള്ള ഏക സംസ്ഥാനമാണ് ഗോവ. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഗോവയാണ്. ദൂദ് സാഗർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദൂദ് സാഗർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മണ്ടോവി നദിയിലാണ് ദൂദ് സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. തിമ്മയ്യയുടെ സഹായത്തോടെ പോർച്ചുഗീസുകാർ ആരിൽ നിന്നാണ് ഗോവ പിടിച്ചെടുത്തത്? ആരിൽ നിന്നാണ്? ബീജാപൂരിലെ സുൽത്താനിൽ നിന്നാണ് തിമ്മയ്യയുടെ സഹായത്തോടെ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ഗോവ? ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ഗോവ? 25ാമത്തെ സംസ്ഥാനമാണ് ഗോവ. 26ാമത്തെ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഗോവയിലെ പ്രധാന തുറമുഖം എവിടെയാണ്? ഗോവയിലെ പ്രധാന തുറമുഖം എവിടെയാണ്? മർമഗോവ. മർമഗോവയിലാണ് ഗോവയിലെ പ്രധാന തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. തെരേഖോൽ നദി ഗോവയെ ഏത് സംസ്ഥാനവുമായി വേർതിരിക്കുന്നു? തെരേഖോൽ നദി ഗോവയെ ഏത് സംസ്ഥാനവുമായിട്ടാണ് വേർതിരിക്കുന്നത്? മഹാരാഷ്ട്രയുമായിട്ടാണ് തെരേഖോൽ നദി ഗോവയെ വേർതിരിക്കുന്നത്. മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനി ഭരണത്തിന് വിധേയമായ പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനി ഭരണത്തിന് വിധേയമായ പ്രദേശമാണ് ഗോവ. ഏത് സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഗോവയും ഉൾപ്പെടുന്നത്? ഏത് സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഗോവയും ഉൾപ്പെടുന്നത്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ സംസ്ഥാനം? ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ സംസ്ഥാനമാണ് ഗോവ. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് 1960 ഗുജറാത്ത് സംസ്ഥാനം രൂപവത്കരിച്ചത്? ഏത് സംസ്ഥാനം വിഭജിച്ചാണ് 1960 ഗുജറാത്ത് സംസ്ഥാനം രൂപവത്കരിച്ചത്? ബോംബെ. ഗുജറാത്തിന്റെ തലസ്ഥാനമായ ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഗുജറാത്തിന്റെ തലസ്ഥാനമായ ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ലെ കൊർബൂസിയർ. ഏത് നദിയുടെ തീരത്താണ് സൂറത്ത്? സൂറത്ത് പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? താപ്തി നദിയുടെ തീരത്താണ്. ഗുജറാത്തിൽ എവിടെയാണ് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിൽ എവിടെയാണ് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? മൊതേര. മൊതേരയിലാണ് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏത് മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധമാണ് പാലിത്താന? ഏത് മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധമാണ് പാലിത്താന? ജൈന മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധമാണ് പാലിത്താന. ഏത് നിലയിലാണ് കൊയാലി പ്രസിദ്ധി നേടിയിരിക്കുന്നത്? കൊയാലി പ്രസിദ്ധി നേടിയിരിക്കുന്നത് ഏത് നിലയിലാണ്? എണ്ണ ശുദ്ധീകരണശാലയാണ്. ഏത് നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്? നർമ്മദാ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിന്റെ പഴയ പേര് എന്താണ്? പോർബന്ദറിന്റെ പഴയ പേരാണ് സുദാമാപുരി. സുദാമാപുരി എന്നതാണ് പോർബന്ദറിന്റെ പഴയ പേര്. ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂറത്താണ്. ഇനി ദ്വീപുകളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് പറയാൻ പോകുന്നത്. ബാരൻ ദ്വീപ് എവിടെയാണ്? ആൻഡമാനിലാണ് ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ബോൾഗാട്ടി എവിടെയാണ്? കേരളം. ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. ബുച്ചർ ദ്വീപ് മഹാരാഷ്ട്ര. ബുച്ചർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. എലിഫന്റ എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പൊ മഹാരാഷ്ട്രയിൽ ബുച്ചർ ദ്വീപും ഉണ്ട്, എലിഫന്റ ഉണ്ട്. ഹണിമൂൺ ദ്വീപ് ഒഡീഷ. ഹണിമൂൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മജുലി അസം. രാമേശ്വരം തമിഴ്നാട്. പാതിരാമണൽ കേരളം. സാൽസെറ്റ് മഹാരാഷ്ട്ര. ശിവസമുദ്രം തമിഴ്നാട്. വീലർ ദ്വീപ് ഒഡീഷ. അപ്പൊ ഒഡീഷയിൽ 3 പഠിച്ച് വീലർ, ഹണിമൂൺ, ബ്രേക്ക്ഫാസ്റ്റ്. വെല്ലിംഗ്ടൺ കേരളം. ധർമ്മടം കേരളം. ഒന്നുകൂടി പറയാം. ധർമ്മടം കേരളം, വെല്ലിംഗ്ടൺ കേരളം, പാതിരാമണൽ കേരളം, ബോൾഗാട്ടി കേരളം. ഇനി ഒഡീഷയിലെ ഏതൊക്കെയാണ്? വീലർ, ബ്രേക്ക്ഫാസ്റ്റ്, ഹണിമൂൺ. തമിഴ്നാട്ടിൽ ഏതൊക്കെയാണ്? രാമേശ്വരം, ശിവസമുദ്രം. മഹാരാഷ്ട്രയില്
സാൾസെറ്റ്, ബുച്ചർ, എലിഫന്റ. ഇനി ഏതാ പറയാത്തത്? ആൻഡമാൻ, ബാരൻ ദ്വീപ്. ഓക്കെ, അപ്പം ഇത്രയും ദ്വീപുകളും സംസ്ഥാനങ്ങളും ഓർത്തിരിക്കുക. അടുത്ത പറയുന്നു സംസ്ഥാനങ്ങളും ദുഃഖങ്ങളും. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര, ബംഗാളിന്റെ ദുഃഖം ദാമോദർ, ബീഹാറിന്റെ ദുഃഖം കോസി, ഒഡീഷയുടെ ദുഃഖം മഹാനദി. ഒഡീഷയുടെ ദുഃഖം മഹാനദി, ബീഹാറിന്റെ ദുഃഖം കോസി, ബംഗാളിന്റെ ദുഃഖം ദാമോദർ, അസമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. കാത്തിരിക്കുക. ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ എന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്